ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ കെ നാരായണൻ എഴുതിയ ഫേമസ് നോവൽ ആയിട്ടുള്ള സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ആണ്. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വർക്കാണിത്. UGC നെറ്റ് എക്സാമിൽ നോവലിൽ നിന്നും ഓതേഴ്സ്, ക്യാരക്ടേഴ്സ്, തീംസ്, മാൽഗുഡി സെറ്റിംഗ്, കൊളോണിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം പോലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സമ്മറി, ഇമ്പോർട്ടന്റ് തീംസ്, എക്സാം പോയിന്റ്സ് എല്ലാം സിമ്പിളായി മനസ്സിലാക്കാൻ നോക്കാം. സ്വാമി ആൻഡ് ഫ്രണ്ട്സ് എഴുതിയിരിക്കുന്നത് ആർ കെ നാരായണൻ ആണ്. അദ്ദേഹം ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു നോവലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ നോവലിന്റെ പ്രത്യേകത എന്തെന്നാൽ ഒരു ഫിക്ഷണൽ ടൗൺ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ദ നെയിം ഈസ് മാൽഗുഡി. മാൽഗുഡി എന്ന ടൗൺ ഇദ്ദേഹത്തിന്റെ പല നോവൽസിലും നമുക്ക് വരുന്നതായി കാണാം. അത് ഒരു ഇന്ത്യൻ മിഡിൽ ക്ലാസ് ലൈഫിനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോർട്രേ ചെയ്യുന്നു. സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ആക്ച്വലി മാൽഗുഡി സീരീസിലെ ഫസ്റ്റ് നോവലാണ്. ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1935. ഇതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാന്ന് നോക്കാം. സ്വാമിനാഥൻ, അതായത് സ്വാമി. നോവലിന്റെ ഹീറോ ആണ് സ്വാമി. ഒരു മിസ്ചീവിയസ് ആയിട്ടുള്ള ഇമാജിനേറ്റീവ് ബോയ് ആണ് സ്വാമി. സ്കൂൾ ലൈഫ് വളരെ ബോറിംഗ് ആണ്. ബട്ട് ഫ്രണ്ട്സും അഡ്വഞ്ചേഴ്സും ഒക്കെയാണ് അവന് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മണി. സ്വാമിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മണി. മണി വളരെ സ്ട്രോങ് ആണ്. ക്ലാസ്മേറ്റ്സിന് എല്ലാവർക്കും അവനെ പേടിയാണ്. അവനൊരു ബുള്ളി പോലെയാണ്. നെക്സ്റ്റ് ഇസ് രാജം. രാജം ഒരു പുതിയ സ്റ്റുഡന്റ് ആണ്. അവൻ പോലീസ് സൂപ്രണ്ടിന്റെ മകനാണ്. അതുകൊണ്ട് അദ്ദേഹം ഹീസ് വെരി കോൺഫിഡന്റ് ആൻഡ് സ്മാർട്ട്. ലേറ്റർ രാജം ഗ്രൂപ്പിന്റെ ലീഡറായി മാറുന്നു. മറ്റൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് സാമുവൽ. സ്വാമിയുടെ ഒരു ഫ്രണ്ട് ആണ് ആൻഡ് ഒരു ഷൈ ക്യാരക്ടറാണ്. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വാമിയുടെ സ്കൂൾ ലൈഫിൽ നിന്നാണ്. സ്വാമി പഠിക്കുന്നത് ആൽബർട്ട് മിഷൻ സ്കൂളിലാണ്. ഇതൊരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളാണ്. ഈ ക്രിസ്ത്യൻ മിഷണറി സ്കൂൾസിലൊക്കെ ടീച്ചേഴ്സ് വളരെ സ്ട്രിക്റ്റ് ആണ്. പെർട്ടിക്കുലർലി എബ്നീസർ സാർ ഹിന്ദു ഗോഡ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സീൻ നോവലുണ്ട്. ഇത് സ്വാമിക്ക് സ്വാമി വളരെ അപ്സെറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഓതർ കൊളോണിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ക്രിട്ടിസൈസ് ചെയ്യുന്നു. അതായത് ബ്രിട്ടീഷ് പീരീഡില് ക്രിസ്ത്യൻ മിഷണറി സ്കൂൾസ് ഇന്ത്യയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയതായിട്ട് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു സ്വാമിയുടെ ക്ലോസ് ഫ്രണ്ട് ആണ് മണി. ഒരു ദിവസം രാജം എന്നൊരു പുതിയ ബോയ് വരുവാണ് ചെയ്യുന്നത്. ബിഗിനിൽ പറഞ്ഞായിരുന്നു രാജം വളരെ സ്റ്റൈലിഷും ആൻഡ് കോൺഫിഡന്റ് ക്യാരക്ടറാണ്. ആൻഡ് ഹിസ് ഇംഗ്ലീഷ് ഇസ് വെരി ഫ്ലുവന്റ്. ഫസ്റ്റ് മണിയും രാജവും തമ്മിൽ അത്ര പൊരുത്തത്തിലായിരുന്നില്ല. ബട്ട് ലേറ്റർ അവർ നല്ല ഫ്രണ്ട്സ് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് സ്വാമി, മണി, രാജം എന്നൊരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഡെവലപ്പ് ആവുന്നത്. ഈ നോവലിന്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ് ക്രിക്കറ്റ്. രാജം ഒരു ക്രിക്കറ്റ് ടീം സ്റ്റാർട്ട് ചെയ്യുന്നു. ടീമിന്റെ പേരാണ് MCC, മാൽഗുഡി ക്രിക്കറ്റ് ക്ലബ്. ഇവിടെ ഓതറിന്റെ ചൈൽഡ്ഹുഡ് എന്തൂസിയാസിയവും ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസും കാണിക്കുന്നു. അതായത് ക്രിക്കറ്റ് ബ്രിട്ടീഷ് കൾച്ചറിൽ നിന്നാണ് വന്നത്. സ്റ്റോറി നടക്കുന്ന സമയം ഇന്ത്യയിൽ ഫ്രീഡം മൂവ്മെന്റ് സ്ട്രോങ് ആണ്. സ്റ്റുഡൻസും നാഷണലിസ്റ്റ് പ്രൊട്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്വാമി എക്സൈറ്റ്മെന്റിൽ ഈ പ്രൊട്ടസ്റ്റിൽ ജോയിൻ ചെയ്തു. സ്കൂൾ വിൻഡോസ് ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ. ഇതിന്റെ റിസൾട്ട് ആയിട്ട് സ്വാമി ആൽബർട്ട് മിഷൻ സ്കൂളിൽ നിന്ന് എക്സ്പെൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്വാമി ഒരു ബോർഡ് ഹൈസ്കൂൾ എന്നൊരു പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. അവിടുത്തെ ഹെഡ് മാസ്റ്റർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ക്രിക്കറ്റ് പ്രാക്ടീസിനൊന്നും പെർമിഷൻ ചോദിക്കുമ്പോൾ അതൊന്നും അലോ ചെയ്തിരുന്നില്ല. സ്വാമി പണിഷ്മെന്റ് കിട്ടുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ ഈ സ്കൂളിൽ നിന്ന് സ്വാമി ഹിസ് റണ്ണിങ് അവേ ഫ്രം ദ സ്കൂൾ. ആൻഡ് സ്വാമി എന്താണ് ചെയ്യുന്നത്? ഭയവും കൺഫ്യൂഷനൊക്കെ കൊണ്ട് ഒരു ഫോറസ്റ്റിൽ വാണ്ടർ ചെയ്യുന്നു. അവൻ വളരെ ടയേർഡും ഫ്രൈറ്റൻഡും ആണ്. ആൻഡ് ഫൈനലി ഒരു കാർ ഡ്രൈവർ അവനെ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇവിടെ ചൈൽഡ്ഹുഡ് ഫിയറും വൾണറബിലിറ്റിയും എല്ലാ ഓതർ റിയലിസ്റ്റിക് ആയിട്ട് പോർട്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. മീൻവെൽ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട്. സ്വാമി മാച്ച് അറ്റൻഡ് ചെയ്തതുകൊണ്ട് രാജം ഈസ് വെരി ആംഗ്രി വിത്ത് ഹിം. അതിനിടയിൽ രാജത്തിന്റെ ഫാദർ, വി ഓൾറെഡി സെഡ് ദാറ്റ് ഹി ഈസ് പോലീസ് സൂപ്രണ്ട്. അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത്. വേറെ ടൗണിൽ പോയി സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഇവർ ഡിസിഷൻ എടുക്കുന്നു. രാജം മാൽഗുഡി വിട്ട് പോകുമ്പോൾ സ്വാമി അവനൊരു ബുക്ക് ഗിഫ്റ്റ് ആയി കൊടുക്കാൻ ട്രൈ ചെയ്യുന്നു. ബട്ട് രാജം അവനെ ഇഗ്നോർ ചെയ്തിട്ട് ട്രെയിനിൽ കയറി പോവുകയാണ് ചെയ്യുന്നത്. ഇതുവഴി നോവലിലൊരു ഇമോഷണൽ എൻഡിങ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഫ്രെജൈലിറ്റി ആണ് ഓതർ കാണിക്കുന്നത്. ഈ ഒരു വർക്കുള്ള മേജർ തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്. നോവൽ ചൈൽഡ്ഹുഡിന്റെ ഫിയർ, ജോയ്, ഇമാജിനേഷൻ എല്ലാം റിയലിസ്റ്റിക് ആയിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഫ്രണ്ട്ഷിപ്പ്. സ്വാമി, മണി, രാജം എന്ന ഫ്രണ്ട്ഷിപ്പ് നോവലിന്റെ സെൻട്രൽ തീമാണ്. ദെൻ ഇസ് കൊളോണിയൽ എഡ്യൂക്കേഷൻ. അതായത് ബ്രിട്ടീഷ് മിഷണറി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇസ് നാഷണലിസം.
ഫ്രീഡം മൂവ്മെന്റിന്റെ ഇമ്പാക്ട് സ്റ്റുഡൻസിൽ ഉണ്ടായിരുന്നു എന്നതും നമുക്ക് നോവലിൽ നിന്ന് വ്യക്തമാണ്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു റിവിഷൻ പോലെ ഈ ഒരു സ്വാമി ആൻഡ് ഫ്രണ്ട്സിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ദ ഓഥർ ഈസ് R.K. നാരായണൻ. ഇറ്റ് ഗോട്ട് പബ്ലിഷ്ഡ് ഇൻ 1935. റിമെമ്പർ ദ ഡേറ്റ്, ഓക്കെ? ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് നോവൽ ഓഫ് മാൽഗുഡി സീരീസ്. സെറ്റിംഗ് ഈസ് ഇൻ മാൽഗുഡി. ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? സ്വാമി, മണി, രാജം ആൻഡ് സാമുവൽ. തീംസ് എന്തൊക്കെയാണ്? ചൈൽഡ്ഹുഡ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കൊളോണിയൽ എഡ്യൂക്കേഷൻ. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി ആൻഡ് ഫ്രണ്ട്സ് ഒരു സിമ്പിൾ ചൈൽഡ്ഹുഡ് സ്റ്റോറി മാത്രമല്ല, ഇത് കൊളോണിയൽ ഇന്ത്യയിൽ സ്കൂൾ ലൈഫ്, ഫ്രണ്ട്ഷിപ്പ്, ഇന്നസെൻസ്, സോഷ്യൽ റിയാലിറ്റീസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണിത്. സോ അതുകൊണ്ട് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ ഈ ഒരു ടെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഹോപ്പ് യു ഹാവ് ഗോട്ട് an idea about today's video. So if you're the one who is still struggling how to start your preparation for your UGC NET English journey, please visit our website www.englishlegacyhub.com to purchase our study material and to clarify your doubts. So video ishtappettengil please like, share and subscribe this channel for more videos like this. Thank you.